എന്നാലും എന്നോട് ഈ ചതി മാണ്ടായിട്ടാ. ഞാൻ കാര്യമായിട്ട് കറിയൊക്കെ ഉണ്ടായിട്ടില്ലേ, എനിക്കൊരു തുള്ളി ടേസ്റ്റ് ആക്കാൻ കിട്ടിയിട്ടാന്ന് എല്ലാം എടുത്തിട്ട് കൊടുത്തു ഞാൻ വരുമ്പോഴത്തേക്കും. അപ്പൊ ഉണ്ടല്ല പറഞ്ഞു വന്നത് നമ്മളെ ചിക്കൻ സ്റ്റൂവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്കുണ്ടല്ല ചില കാര്യങ്ങളില്ലേ, ചില ഐറ്റംസ് കഴിക്കാണ്ട് തന്നെ അമ്മ പറയും അത് വാങ്ങണ്ടാവില്ല, ഞാൻ കൂട്ടൂല, ഞാൻ കഴിക്കൂല എന്നിട്ട് നിൽക്കും. അങ്ങനെ നിന്നൊരു സാധനമാണ് കേട്ടോ ഇത്. ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് പുറത്ത് പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു കറി ഉണ്ട് കേട്ടോ വീട്ടിൽ, ഇങ്ങ പോയിട്ട് കഴിച്ചോന്ന്. വരുമ്പോഴത്തേക്ക് നോക്കിയേ കറിയും ഇല്ല, ഒന്നുമില്ല. അറിയുന്ന കറിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ എല്ലാവർക്കും എടുത്തോടുത്തോ ഇത്. അപ്പം നമുക്ക് ഈ കറിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് ഈസിയാന്നേ, നമ്മളെ ചിക്കൻ കറി വെക്കുന്ന പണി ഇതിനും ഇല്ല. ഞാൻ വെച്ചതിലും വലിയ പണിയില്ലതാണെന്ന്. ഞാനിത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് ഈ കറി വെക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആദ്യം ഇട്ടോടുത്ത ഈ സാധനങ്ങളൊക്കെ ഇട്ടോട്ടതിന് ശേഷം ഇല്ലേ, അതിൻ്റെ പേരെല്ലാം എന്തെല്ലാം ഉണ്ട്, അതിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് എന്നിട്ടില്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വഴറ്റാണ്ടില്ലേ എല്ലാം ഒരുമിച്ച് ഇട്ടിട്ടില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചെടുത്താലും മതി. നമുക്ക് മെയിൻ ലുക്കിനേക്കാളും ഇല്ലേ എനിക്ക് വേണ്ട ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടല്ലോ എത്ര ടേസ്റ്റില്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാലും ഇല്ലേ ഇതിൽ കാണാൻ തമ്പനെ ഇതെല്ലാം ഇല്ലേ അതൊന്നും ശരിയാകുന്നില്ല. ഫുഡ് ഉണ്ടാക്കാൻ അത്രയൊന്നും വേണ്ട, ഫോട്ടോ എടുക്കാൻ അറിയുന്നില്ലാന്ന്. ഞാനില്ലേ 500 ഗ്രാം ചിക്കനായിട്ട് എടുത്തിന്, അതുകൊണ്ട് തന്നെ 1.5 ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളൂ. മീഡിയം സൈസ് ഉള്ളിയാണ്. ഈ ഉള്ളിയൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല, ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഏറ്റെടുക്കുക ആക്കണമെങ്കിലില്ലേ ഇതൊന്നും ഇടാണ്ട് ഒരുമിച്ച് വേവിച്ചെടുത്താലും മതി. ഉള്ളി പെട്ടെന്ന് വഴറ്റി വരണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 പീസ് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവറാകണ്ട, പിന്നെ സാമ്പാർ അയക്കണ്ട. നിങ്ങൾക്ക് ഉണ്ടല്ലോ വേണമെങ്കിൽ ഈ ബീൻസും അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലുണ്ടല്ല നമ്മൾ വെറും 2 പൊടി മാത്രമേ ചേർക്കുന്നില്ല കേട്ടോ. അതിൽ നല്ല മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എത്രയാണെന്ന് എടുക്കുന്ന ആ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തയോടെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ചിക്കൻ്റെ ഒരു കളർ മാറൂല്ലേ, ഈ ഒരു കളറിന് ഒരു വേറെ ഇങ്ങനത്തെ ഒരു കളറാവില്ലേ, ആ ടൈമാണ് കേട്ടോ നമുക്ക് ബാക്കി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പാട് ചേർത്ത് കൊടുക്കണ്ട. 2 കപ്പ് തേങ്ങാപ്പാലിട്ട് എടുത്തിന്. ഇതിപ്പോൾ 2-ാം പാലാണ്, 1-ാം പാലയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാല് മൊത്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതല്ലേ നല്ലോണം ഒഴിച്ചു കൊടുക്കണേ. കറി വെള്ളമൊന്നുമില്ല, പേടിയൊന്നും വേണ്ട. കറി ലാസ്റ്റ് ഇങ്ങനെ കണ്ടു നല്ല കട്ടിക്കുള്ള കറി തന്നെ ആയിട്ടാണ് കിട്ടൽ. ഇല്ലേ ഇതെല്ലാം ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിത് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. വെറും ഒറ്റൊരു വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ ചെയ്ത് ഓഫാക്കുക ഗ്യാസ്. അതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം കേട്ടോ പിന്നെ തുറക്കേണ്ടത്. അതായിരുന്നു റെഡിയായിട്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിനി. തേങ്ങാപ്പാലിന് വേണമെന്നില്ല, വെള്ളം മതി. നേരത്തെ അമ്മയില്ലേ ക്യാഷിനിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഫസ്റ്റ് അത് ഞാൻ വീട്ടിൽ പറട്ടാൻ തോന്നില്ല ഫസ്റ്റ് അത് അരച്ചെടുക്കാനാ. പിന്നെ എൻ്റെ കയ്യിലില്ലേ ആവശ്യത്തിനൊരു സാധനം ഉണ്ടാവില്ല, കുരുമുളക് പൊടി തീരാനായിനി. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചില്ലേ ഇത് ഇറക്കുമ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കുറയണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ കുറച്ച് കുരുമുളകും കൂടി അരക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിനി. എന്നിട്ട് നമ്മളെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ക്യാഷും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതെല്ലാം അരച്ചെടുത്ത് വരുമ്പോഴത്തേക്കില്ലേ നമ്മളെ വിസിലൊക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിനി. ഇതാ നോക്കി നമ്മളെ ചിക്കനും ക്യാരറ്റും ഉരുളക്കിഴങ്ങും നല്ല വൃത്തിക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓടറിയിട്ടൊന്നുമില്ല, ഓവർ വെച്ചായില്ലേ എന്തായാലും ഒടിയും. ഇനി നമുക്കില്ലേ ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കുന്നവർ വെയിറ്റ് ആക്കുക. ഇതില്ലേ തിളച്ചിട്ടൊന്ന് വെള്ളം ചെറുതായി ഒന്ന് വറ്റാൻ തുടങ്ങൂല, അന്നേരം എന്നിട്ട് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ചെറുങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മൾ നേരത്തെ അരച്ചു വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ഇല്ലേ നമ്മളെ കറിയൊക്കെ കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ. ലാസ്റ്റ് ഓഫാക്കിയതിന് ശേഷം നല്ല തിക്കാന്നുണ്ട്, വെള്ളം ഇങ്ങനെ നോക്കിയേ വേണ്ട. എല്ലാം നല്ല വൃത്തിക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇല്ലേ തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി. പിന്നെ വീഡിയോൻ്റെ ഇടയിലില്ലേ പല സൗണ്ടുകളും കേൾക്കൂട്ടാ, അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഒരു 2 മിനിറ്റില്ലേ ആ തേങ്ങാപ്പാലൊന്നും ചൂടായിട്ട് വരൂലേ, ജസ്റ്റ് തിള വരുമ്പം തന്നെ ഇല്ലേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടാ, ഓവർ തിളപ്പിക്കാൻ നിൽക്കണ്ട.
എൻ്റെ കയ്യിൽ നേരത്തെ കുരുമുളപ്പൊടി ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ എഴുന്നല്ലോ സംഘടിപ്പിച്ചിട്ടില്ലേ, കുറച്ച് കുരുമുളപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിന് മെയിൻ സ്റ്റെപ്പാണ് കേട്ടോ, നല്ലൊരു നെയ്യിൻ്റെയൊക്കെ മണം വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ആദ്യമില്ലേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക, എന്നിട്ട് അതൊന്ന് മെൽട്ടായി വന്നതില്ലേ ഒരു കഷ്ണം ഉള്ളി ചെറിയ പീസാക്കിയിട്ടില്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഇപ്പോൾ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും, ഇതൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ ഇട്ടോണ്ടാട്ടോ കഴിക്കാത്തത്, അല്ലെങ്കിൽ ഇല്ലേ കടല തിന്നോരെ തിന്നു തീർക്കും. ഇനി അതൊന്നും ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കറി ഓഫാക്കി വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചപ്പാടില്ലേ കറി അനക്കാൻ നിൽക്കണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അനക്കുക. ഞാനിത് കഴിച്ചത് നല്ല ഹാവിയിൽ വേവിച്ച ബ്രെഡിലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ബ്രെഡിലോ പത്തിലോ അപ്പത്തിലോ ചപ്പാത്തിയിലോ ഏലും വേണം കഴിക്കുക. ഇതുണ്ടാക്കുമ്പോൾ ഞാൻ ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചു കേട്ടോ. ഇനി അടുത്തയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് മട്ടനിലും കൂടി ഇട്ടാക്കി നോക്കണം, എനിക്ക് തോന്നി ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നിങ്ങൾ വിചാരിക്കും ഇത് തള്ളിയതെന്നല്ല കേട്ടോ, ഇത് ഉണ്ടാക്കി നോക്കിയാൽ തിരിയും തള്ളിയതാണോ അല്ലയോന്ന്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ ചെയ്യണം, എന്തെങ്കിലും ആയിട്ടൊന്നും അറിയാൽ മതി. ഓക്കെ.